السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وسلم تسليما كثيرا كثيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صدق الله مولانا العظيم. العلم حياة الإسلام وصدق رسوله الكريم. മുന്നിരായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാവുദ്ദീൻ മുസ്ലിയാർ അവറുകളെ, മറ്റിവിടെ പങ്കെടുത്ത ഉലമാക്കളെ, സാദാത്തുക്കളെ, കാരണവന്മാരെ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിനെ കളമൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ടുപേർക്കും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. അവർക്കുള്ള ജോലികളിലെല്ലാം അല്ലാഹു തആല വലിയ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെ കുടുംബത്തിനെ അല്ലാഹു തആല വളരെയധികം കാവലോടുകൂടെ ദീർഘായുസ്സോടുകൂടെ ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരുടെ പ്രാർത്ഥനകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സജ്ജനങ്ങൾ, മുത്തഖീങ്ങൾ ചെയ്ത പ്രാർത്ഥന. ആ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് കൂടുതൽ ഉത്തരം കിട്ടാൻ അവകാശപ്പെട്ടതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളെ മോദിക്കേൾപ്പിച്ചത്. അതായത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ എന്ന അവരെ പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. ചുരുക്കാസാരം, അതിന് ചുരുങ്ങിയ അർത്ഥം റബ്ബന, രക്ഷിതാവേ, ഹബ് ലനാ, ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണം തമ്പുരാനെ, മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളെ ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളെ സന്താന പരമ്പരയിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഖുർറത അഅ്യുനിൻ, ആനന്ദം നൽകണം തമ്പുരാനെ. മഹാന്മാരെ പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച പ്രാർത്ഥനയാണ്. അവരെ ഭാര്യമാരെ പറ്റിയും കുട്ടികളെ പറ്റിയുമാണ് ആ ദുആയിൽ കാര്യമായി പറഞ്ഞത്. ഞങ്ങളെ സന്താന പരമ്പരയിൽ നിന്നും ഞങ്ങളെ ഭാര്യമാരിൽ നിന്നും ഞങ്ങൾക്ക് നീ ആനന്ദം നൽകണം തമ്പുരാനെ. ഇത് മഹാന്മാരുടെ പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു. അവർ വലിയ മഹാന്മാരും തഖ്വയുള്ള ആളുകളായതുകൊണ്ട് അവർക്കുള്ള ഉദ്ദേശം എന്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉയർന്ന ഉദ്യോഗം, ലൗകിക വിദ്യാഭ്യാസം വളരെ വേണ്ടതാണ്. അത് മാത്രം പഠിച്ചിട്ട് ഉദ്യോഗം കരസ്ഥമാക്കുക, അന്നലക്കൊരു ആനന്ദം നൽകണം എന്നാണോ അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ദുന്യവിയായ നേട്ടം അതവർ പ്രശ്നമായി വെക്കണില്ല. കാരണം بسم الله الرحمن الرحيم. صلى الله على سيدنا محمد
وعلى آله وصحبه وسلم. نحن نرحب نائب البرلمان سعادة النائب أحمد عبد الواحد قراطة لهذه الأمسية المباركة، وأسأل الله له التوفيق. സന്താന പരമ്പരയിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന് ഞങ്ങൾക്കിനി ആനന്ദം നൽകണമേ എന്ന് മഹാന്മാരുടെ പ്രാർത്ഥന പറയുന്നു. എന്താണ് ഈ ആനന്ദം എന്നത്? ദുന്യവിയായ നിലക്കുള്ള വിജയം, ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലി, അതല്ലെങ്കിൽ ഗൾഫിൽ വലിയ ബിസിനസ്സൊക്കെ നടത്തിയിട്ട് കുടുംബത്തിനെ സംരക്ഷിക്കുക നല്ല കാര്യമാണ്. ഇവരുദ്ദേശിക്കുന്നത് അതല്ല എന്ന് മഹാന്മാർ കേൾക്കും. കാരണം അവർ വലിയ തവക്കുലിന്റെയും വലിയ ഈമാൻ ശക്തിയുള്ള ആളുകളെ പറയണം. ഏതൊരാൾക്കും അവന് ഇന്നത് ചെയ്യുക, ഇന്നത് നൽകുക എന്നത് മുമ്പേ, റിസ്ഖിന്റെ കാര്യം മുമ്പേ തീരുമാനിക്കപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ റിസ്ഖിന്റെ വിഷയം റബ്ബുൽ ഇസ്സത്ത് ഏറ്റ കാര്യവുമാണ്. നഹ്നു നർസുഖുഹും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കൊക്കെ റിസ്ഖ് തരുന്നത് ഞങ്ങളാണ്. അത് റിസ്ഖിന്റെ ഏർപ്പാട് നിങ്ങളാരെ ഏൽപ്പിച്ചിട്ടില്ല. അറബികൾക്കുള്ള ദുഷിച്ച സ്വഭാവത്തിന്റെ ആ വിഷയത്തെ എതിർത്തുകൊണ്ട് ലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കുട്ടികളെ കൊല്ലുന്ന ഒരു പതിവ് പഴയ കാലത്ത് അറബികൾക്കുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയും. പ്രത്യേകിച്ചും പെൺകുട്ടികൾ വന്നാൽ അവർക്ക് വലിയ കുഴപ്പമാണ്. ഇദാ ബുശ്ശിറ അഹദുഹു ബിൽ ഉൻസാ, അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്ന് വിവരം കിട്ടപ്പെട്ടാൽ അവർക്കുള്ള മുഖം കറുത്തു. യതവാറാ മിനൽ ഖൗമി, ജനങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കാൻ നോക്കും. അങ്ങനെ ഒറ്റപ്പെട്ട് മലഭാഗത്തും മറ്റോ പോയിട്ട് അവൻ ഇരുന്ന് ചിന്തിക്കുകയാണ്. ആ യുംസിക്കുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്, എനിക്ക് കിട്ടിയതൊരു പെൺകുട്ടിയാണ്, അത് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വെക്കുകയാണോ ഞാൻ വേണ്ടത്, അതെല്ലാം അം യദുസ്സുഹു ഫിത്തുറാബ്, ചളിയിൽ അതിനെ ചവിട്ടിപ്പൂത്തുകയാണോ ഞാൻ വേണ്ടത് എന്നവൻ ചിന്തിക്കുന്നു. പരിശുദ്ധ ഖുർആൻ. അങ്ങനെ സന്താനങ്ങളെ എണ്ണം ചുരുക്കുക, പ്രത്യേകിച്ച് സ്ത്രീ കുട്ടികളെ. ഭക്ഷണം റിസ്ഖ് കൊടുക്കേണ്ടി വരും എന്ന നിലക്ക് എന്നാണ് അവരാ ആശ പറയുന്നത്. അങ്ങനെ നിങ്ങളെ കുട്ടികളെ കൊല്ലണം. ലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലാൻ നടക്കണ്ട. കാരണം നഹ്നു നർസുഖുഹും വഇയ്യാകും, അവർക്കും നിങ്ങൾക്കൊക്കെ റിസ്ഖിന്റെ ഏർപ്പാട് ഞാനാ ചെയ്യണം, അത് നിങ്ങളാരെയും ഏൽപ്പിച്ചിട്ടില്ല. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ റിസ്ഖിന്റെ വിഷയത്തെ പറ്റിയ മഹാന്മാരെ ആളുകൾക്ക് വലിയ പ്രശ്നമില്ല. വിജന്ത കണക്കാക്കി കൊടുത്തോളാം. ഞങ്ങൾക്ക് കാര്യമായിട്ട് ആ കുട്ടികളിൽ നിന്ന് കിട്ടേണ്ടത് ഖുറത്ത അഅ്യുനിൻ, ആനന്ദം നൽകണം. എന്താണ് ഈ ആനന്ദം എന്നതിന് വ്യാഖ്യാനിക്കപ്പെടുന്നത്? ബിഅൻ നറാഹും മുതീഈന ലക്ക്, ഞങ്ങളെ കുട്ടികൾ അനക്ക് കീഴ്പ്പെടുന്ന മുത്തഖീങ്ങളാണെന്ന് കണ്ട് ഭരിക്കാനുള്ള തൗഫീഖ് നൽകണം എന്ന്.
ഇതാണ് മഹാന്മാരെ കാര്യമായ പ്രാർത്ഥന കുട്ടികളെ പറ്റി. അവരെ മുത്തഖീങ്ങളാണ്, നല്ലവരാണ്, സാലിഹീങ്ങളാണ് എന്ന് കണ്ട് ബോധ്യപ്പെട്ട് മരിക്കാനുള്ളൊരു തൗഫീഖ് നൽകണം. റിസ്ക്കിന്റെ വിഷയം അത് ഈ കണ്ടുകൊടുക്കാം. ഈ വളരെ മുമ്പ് തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രശ്നം. അപ്പൊ ഇതാണ് അവരുദ്ദേശിക്കുന്ന ആനന്ദം എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടും. അവരെ ഞങ്ങൾക്ക് മുക്തത്തെയായി കാണും. അതിനുള്ള എല്ലാ സൗകര്യം തമ്പുരാൻ ഞങ്ങൾക്ക് യോശാരമായി നൽകണമേ എന്ന് മഹാന്മാര് പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ എടുത്ത് പറയും. അതിന് ബഹുമാനപ്പെട്ട ദീൻ പഠിപ്പിച്ചേ കഴിയും. ലോക വിദ്യാഭ്യാസം വളരെ നല്ലതാണ്, ആരും അതിനെ എതിർക്കുന്നില്ല. അത് മാത്രം പോരാ, മതവിജ്ഞാനം കാര്യമായിട്ട് വേണമെങ്കിൽ മാത്രമേ ഈ പ്രാർത്ഥനനുസരിച്ച് കാര്യം നടക്കുള്ളൂ. അവരെ മുത്തഖീങ്ങളായി കണ്ടിട്ട് നമുക്ക് മരിക്കണം, നമ്മളിൽ ആവശ്യം തന്നെ. അതിന് ഇതുപോലത്തെ മദ്രസകൾ ആ കുട്ടികൾക്ക് ഒരുക്കി വെച്ചിട്ട് അതിൽ പഠിപ്പിച്ച് പൂർത്തീകരിക്കുക തന്നെ വേണം. ഭൗതിക വിദ്യാഭ്യാസം നല്ലതാണ്, പഠിപ്പിച്ചോളി, ആർക്കും ഇതിനെതിരില്ല. 300 കൊല്ലത്തോളമായ സമസ്തന്റെ നിയമാവലിയിൽ തന്നെ പറയുന്നത് ബഹുമാനപ്പെട്ട ദീനിന് എതിരില്ലാത്ത ഏത് ലൗകിക വിദ്യാഭ്യാസത്തിനെയും ഈ സംഘടന പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ദീനിനെതിരായി കഴിഞ്ഞാൽ കടുമണി വിട്ടുകൊടുക്കില്ല. അപ്പൊ ദീനിനെതിരില്ലാത്ത ഏത് ലൗകിക വിദ്യാഭ്യാസത്തിനെയും സമസ്ത കേരള ജമിയത്തിലും പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്നത് വളരെ മുമ്പ് തന്നെ അതിന്റെ മഹാന്മാർ രീതി വെച്ചു. ലൗകിക വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ്. അത് മാത്രം എന്നത് വളരെ അബദ്ധമാണ്. മറ്റേന്റെ മാതിരി തന്നെ ലൗകിക വിദ്യാഭ്യാസത്തിന്റെ അതേമാതിരി എന്നെക്കാൾ ഉഷാറായിട്ട് പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ചുരുങ്ങിയത് അതേ ഡിഗ്രിയിൽ തീവണ്ടി തീവണ്ടി റെയിലിന് പോലെ 2 വിദ്യാഭ്യാസം ഒരേ രീതിയിൽ ഇങ്ങനെ പോകണം. നമ്മളിപ്പോൾ തന്നെ 5 വരെ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ 6ക്കില്ല, 6 വരെ വന്നാൽ പിന്നെ 7ക്കില്ല, 7 വരെ വന്നാൽ 8ക്കില്ല, ഇങ്ങനെ ചുരുങ്ങി പോവാം. അത് പാടില്ല. എത്രയും മതവിജ്ഞാനം മറ്റേന്റെ ഒപ്പം തന്നെ കൊണ്ടുപോകണം ചുരുങ്ങിയത്. അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്കുള്ള വിജയം ശരിക്കും അവരെ കൊണ്ടുള്ള വിജയം പൂർത്തീകരിക്കുന്നില്ല. അതാണ് മഹാന്മാരെ പ്രാർത്ഥന. അവര് മുത്തഖീങ്ങളായി കാണണം തമ്പുരാനെ, അതാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് മഹാന്മാർ പ്രാർത്ഥിക്കുന്നു സദാ. എന്നതുപോലെ തന്നെ നമ്മളെ ആവശ്യത്തില്ല. പക്ഷെ അതിന് പ്രവർത്തിക്കാതെ വന്നാൽ അത് നടക്കുകയില്ല. അപ്പൊ അതിനാണ് 20 കൊല്ലം മുമ്പ് തന്നെ തുടങ്ങി വെച്ച ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മെയിൻ ഉദ്ദേശം. ഈ സ്ഥാപനത്തിൽ പഠിച്ച് വല്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ക്ലർക്കിന്റെ ഉദ്യോഗം കൂടെ ഗവർണർ കിട്ടില്ല. അതിനു വേണ്ടിയല്ലാണോ അവര് അങ്ങനത്തെ മറ്റു ജോലികളൊക്കെ നോക്കുന്നതിന്റെ പുറമെ അവര് മുത്തഖീങ്ങളായി ഇവിടെ ജീവിച്ച് അവരെ നമ്മളെ കുട്ടികൾ നല്ലവരാണ് എന്ന ബോധ്യത്തോടുകൂടെ രക്ഷിതാക്കന്മാർക്ക് മരിക്കാനുള്ള സൗകര്യം ചെയ്യണം തമ്പുരാനെ. അവർ തോണിയാസികളും തമ്മാടികളും കള്ളന്മാരും കള്ളുകുടിയന്മാരും ഇങ്ങനൊക്കെയാണ് നമ്മളെ കുട്ടി. അങ്ങനെ ഒരവസ്ഥ കണ്ടിട്ട് മരണപ്പെടുന്ന ഒരവസ്ഥ തമ്പുരാനെ തരല്ലേ എന്ന് മഹാന്മാർ എപ്പോഴും പ്രാർത്ഥിക്കുമെന്ന്. അതിന്റെ ആദ്യപടിയായി ബഹുമാനപ്പെട്ട ദീനി ഇൽമ് പഠിപ്പിച്ചത്. ദീനി ഇൽമ് ഇല്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല. ദുനിയാവിലും കഴിയൂല, ആഖിറത്തിലും കഴിയും, ഖബറിലും കഴിയും. ബഹുമാനപ്പെട്ട ദീനോടുകൂടെ ദീൻ അംഗീകരിക്കുന്ന ഏത് കാര്യം ചെയ്താലും അത് വളരെയധികം സ്വാഗതാർഹമാണ്. അതിനെ ഒഴിച്ചുകൂടാത്തത് മദ്രസ പഠനം നമ്മളെ കുട്ടികൾക്ക് കാര്യക്ഷമമായി നൽകണം. വെറും മദ്രസ പാസ്സായാൽ മാത്രം പോരാന്നാണ് മഹാന്മാർ പറഞ്ഞത്. അനക്കവർ കീഴ്പ്പെടുന്നവരാണ് എന്ന് കണ്ടു മരിക്കണേ. അപ്പോൾ നിസ്കരിനെ ഞങ്ങൾക്ക് കാണണം, മുൻപൊഴുക്കണേ ഞങ്ങൾക്ക് കാണണം, വലിയവരെ ബഹുമാനിക്കണേ ഞങ്ങൾക്ക് കാണണം. അങ്ങനെ ബഹുമാനപ്പെട്ട ശരീഅത്ത് എന്ത് കൽപ്പിക്കുന്നുവോ അത് മുഴുവൻ അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയണം. അങ്ങനെ ഒരു സൗഭാഗ്യം നൽകണം തമ്പുരാനെ എന്ന്
മഹാന്മാര് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ അതിനാണ് ഇങ്ങനെ വളരെ മുമ്പ് പണങ്ങൾ ചെലവാക്കിയിട്ട് ഈ വിദേശത്ത് വന്ന് നിങ്ങളും ഇങ്ങനെ ഈ മഹത്തായ ഒരു സ്ഥാപനം ഉണ്ടാക്കേണ്ട കുട്ടികളെ വിജയത്തിന് ആ സംഗതി ചെയ്തിട്ടുണ്ട്. അപ്പൊ കാര്യക്ഷമമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ദീനീ പഠനം. എങ്കിൽ മാത്രമേ അത് മുതലാവൂ. സന്താനങ്ങൾ എന്നത് അല്ലാഹു തആല ചെയ്തിരുന്ന വലിയ നിഅമത്താണ്. അതിനാദ്യം മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ട ശരീഅത്ത് ശിക്ഷ വെക്കുന്നത് ഒരു കുട്ടികൾ പ്രസവിച്ചു കഴിഞ്ഞാൽ പല കഴിവുകളുമുള്ളൊരു മിഷനാണ് ഇറക്കിയത്. അവന് കേൾവി ശക്തിയുണ്ട്, സംസാര ശക്തിയുണ്ട്, എല്ലാമുണ്ട്. അവന്റെ കേൾവി ശക്തി ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ശരീഅത്ത് പറയുന്നത് ഒരു കാതിൽ ബാങ്കും മറ്റേ ചവിട്ടിയിൽ ഇഖാമത്തും കൊടുത്തുകൊണ്ട് അവന്റെ കേൾവി ശക്തി ഉദ്ഘാടനം ചെയ്യുക. എന്നാൽ ആ കുട്ടിക്ക് വളരെയധികം വിജയത്തിന് വഴിയുണ്ട് എന്ന് മഹാന്മാരിലേക്ക് ശരീഅത്ത് പറഞ്ഞത് അതാണ്. അവർക്ക് ആദ്യം അവന്റെ കാതിൽ കേൾപ്പിക്കേണ്ടത് ബാങ്കും ഇഖാമത്തും, എന്നാൽ കേൾവി ശക്തി ഉദ്ഘാടനം. പിന്നെ കുറെ നാൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവങ്ങനെ സംസാരിക്കുന്ന ഒരവസ്ഥ തോന്നും. ആ കീക്കോക്കി എന്നൊക്കെ പറഞ്ഞ് ശബ്ദിക്കാൻ തുടങ്ങി. ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് മഹാന്മാര് പറയണത് അവന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ പേരുകൊണ്ട് അവന്റെ സംസാരം ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിക്കണം. അപ്പോ സംസാരിക്കുന്നവരുടെ കഴിവ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹ് പറയണ അല്ലാഹ് പറയും. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോ അല്ലാഹ് അങ്ങനെ അവന്റെ സംസാരം അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അന്ന് മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ട ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ ജീവിപ്പിച്ച് വളർത്തണം. അത് പരിപൂർണമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ മദ്രസകൾ ബഹുമാനപ്പെട്ട സമസ്ത ഉപയോഗിച്ചത്. ലൗകിക നമ്മുടെ നാടുകളിൽ വളരെ സൗകര്യമുണ്ട്. പല ലൗകിക വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ സൗകര്യമുണ്ട്. ബഹുമാനപ്പെട്ട ദീനീ പഠനം രക്ഷിതാക്കന്മാരെ മുസ്ലിമീങ്ങളെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതാണ് നിങ്ങൾ ഈ മഹത്തായ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കാൻ കാരണം. അത് ശരിക്കും ഉപയോഗപ്പെടുത്തി അവൻ അത് പ്രാവർത്തികമാക്കിയെങ്കിൽ രക്ഷിതാക്കന്മാർ വിജയിച്ചു. അപ്പൊ ഈ മദ്രസ പ്രസ്ഥാനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുസ്ലിമീങ്ങൾ ഒരു നിലക്കും അത് ഒഴിച്ചുകൂടാത്തതാണ്. വളരെയധികം ഗൗരവത്തോടു കൂടെ തന്നെ മദ്രസ പ്രസ്ഥാനം വളർത്തി കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ ആ കുട്ടികളെ ബഹുമാനപ്പെട്ട ദീനി പഠനവും കൂട്ടി പഠിപ്പിച്ചുകൊണ്ട് മുത്തഖിയായി വളർത്താൻ അവർ ശ്രമിക്കും. മറിച്ചാണെങ്കിൽ എത്ര വലിയ രാജാവാണെങ്കിലും എത്ര വലിയ മന്ത്രിയാണെങ്കിലും ദീനില്ലെങ്കിൽ അരപ്പിന് വരും. ദുനിയാവിലും പരാജയപ്പെട്ട് ഖബറിലും പരാജയപ്പെട്ട് മഹ്ശറയിലും പരാജയം. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് അങ്ങനെ പരാജയം നിന്നുകൂടാ. രക്ഷിതാക്കന്മാർക്ക് അത് കാരണമായി വിഷമം ഉണ്ടാകരുത്. അതിനുള്ള ഏക വഴി ബഹുമാനപ്പെട്ട ദീൻ പഠിപ്പിച്ച് അതനുസരിച്ച് പ്രവർത്തിപ്പിച്ച് അവരെ വളർത്തുകയാണ്. അതിന് ബഹുമാനപ്പെട്ട മദ്രസ പഠനം പഠിച്ചുകൂടാക്കുക. അതാണ് വളരെ മുമ്പ് തന്നെ കേരളത്തിലെ നേതാക്കന്മാർ കുട്ടികൾ ദീനീ ഉലൂം പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. 10,000-ഓളം മദ്രസകൾ സമസ്തന്റെ കീഴിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എത്ര ഉറുപ്പിയാണ് ഈ ചെലവാക്കുന്നത് എന്ന് നോക്കുമ്പോൾ അതിന്റെ ഗൗരവം നമുക്കറിയാം. മൊത്തത്തിൽ കണക്ക് പറഞ്ഞ് സ്വന്തം സംസ്ഥയുടെ കീഴിൽ മദ്രസന്റെ ഉസ്താദന്മാർക്കുള്ള ശമ്പളം 3.5 കോടിയാണ് മാസത്തിന് മൊത്തക്കണക്ക്. കറക്റ്റല്ല. എന്തിനാണ് ഇത്ര സംഖ്യ ചെലവാക്കുന്നത്? നമ്മളെ കുട്ടികളെന്നല്ല. വളരെയധികം ഗൗരവത്തിൽ നാം പ്രവർത്തിച്ച് ചിട്ടയോടുകൂടെ മുന്നേറ്റേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നമ്മുടെ മദ്രസ സ്ഥാപനം.
ഇല്ലെങ്കിൽ കുട്ടികൾക്ക് സ്ഥിതിയാണ്. ബഹുമാനപ്പെട്ട ദീൻ നാം ഉൾക്കൊണ്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ നമ്മളും കുട്ടികളൊക്കെ പരാജയപ്പെടും. ബഹുമാനപ്പെട്ട ദീൻ വിശ്വാസത്തിൽപ്പെട്ടതാണ് സുആലുൽ മലക്കൈനി ഹഖ്വൻ, രണ്ട് മലക്കിന്റെ പരീക്ഷ വരുന്നുണ്ട് എന്ന് നേപ്പാണ് എന്ന് ബഹുമാനപ്പെട്ട മുസ്ലിമുകൾ വിശ്വസിച്ചോണം. നമ്മൾ ഖബറിലേക്ക് താത്തി വെക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ള സ്നേഹിതന്മാരോട് പറയാൻ കൽപ്പിക്കുന്നത് മുടലൊക്കെ വെച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ 3 പൊടി മണ്ണാണ്ട് വഴിട്ടറിയും. ആ 1-ാം പൊടി പറയുന്നത് മിൻഹാ ഖലഖന, ഈ മണ്ണുന്ന തന്നെ പഠിച്ചത്, അത് പറഞ്ഞാണ് പറയുക. 2-ാം പൊടി മണ്ണിട്ടിട്ട് വഫീഹാ നുഈദുക്കും, ആ മണ്ണിലേക്ക് തന്നെ നമ്മൾ നടക്കുന്നത്. വമിന്നാ നുഖ്രിജുക്കും തഅറതൻ ഉഖ്റാ, ഇനി മറ്റൊരു ടൈമിൽ ഒന്നും കൂടി എന്നെ കൊണ്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാണ് പറയുന്നത് എന്നാണ് ശരിയായിട്ട് പറഞ്ഞത്. ഈ തത്വങ്ങൾ മഹാന്മാർ വിശദീകരിക്കുന്നു. മിൻഹാ ഖലഖനാകും, ഇന്ന് തന്നെ പടക്കം, ഇത് കൂടി മണ്ണാണ്. ആ മയ്യത്തിന്റെ അപർണ്ണ മോൾക്കണ്ട് മുടലൊക്കെ വെച്ചുകൊണ്ട് ഓട്ടൊക്കെ അടച്ച് ഓട്ടം റെഡി കഴിഞ്ഞ ശേഷം ഒരു മുടി മണ്ണാണ് പറയുന്നത്. ജീനാണ് എന്ന് പറഞ്ഞാൽ ഇതിനാണ് പഠിച്ചത്. ജിന്ന് ഇൻസിനെ നമ്മൾ സൃഷ്ടിച്ചത് വിവാദത്തിന് വേണ്ടി മാത്രം. ഈ 7 ആകാശവും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ആ വിവാദത്തിന്റെ സൗകര്യത്തിലാണ് ചെയ്യുന്നത്. ഓടാടുന്ന പോലെ വസ്തുക്കൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്, തടകിന്റെ മണി സൃഷ്ടിച്ചിട്ടുണ്ട്, ചെറിയ വസ്തു. ആകാശം പോലത്തെ വലിയ വസ്തു സൃഷ്ടിച്ചിട്ടുണ്ട്, ആനയും ഒട്ടകമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ കോടാനക്കോടി വസ്തുക്കൾ എന്തിനു സൃഷ്ടിച്ചു? ഈ വിവാദത്തിന്റെ സൗകര്യത്തിനാണ്. അന്നെ സൃഷ്ടിച്ചത് മണ്ണുന്ന സൃഷ്ടിച്ചതിന്റെ ആവശ്യം അത് വിവാദത്തിന് വേണ്ടി സൃഷ്ടിച്ചാണ്. അതിന്റെ സൗകര്യമാണ് ഈ കാണുന്നത് എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആ മക ഇങ്ങനെ സമയത്ത് ഒരു പുതിയ മണ്ണായിട്ടാണ് പങ്കാളി. വഫീഹാനുക്കും ദീൽക്കന്നെ അന്നെ നമ്മൾ മടക്കണത്. 2ാമത് മടക്കണതിന്റെ ആവശ്യം ഒന്നിരിക്കൽ നിനക്ക് സമ്മാനം നൽകാൻ. കാരണം ബഹുമാനപ്പെട്ട ശരീഅത്തിന്റെ വിശ്വാസപ്പെട്ടതാണ് സുആലുൽ മലക്കൈനി ഹഖ്വൻ, 2 മലക്കുകൾ ചോദ്യം ചെയ്യും. അത് വിശ്വസിച്ചാൽ മുസ്ലിമീങ്ങൾ കടന്നപ്പെട്ടതാണ്. മറയിലും തിരിഞ്ഞാൽ അപ്പവര് വരും. 2ാമത് ചോദ്യമുണ്ട് എന്ന് നമ്മുടെ രേഖകളിലുണ്ട്. ഇമാം ബുഖാരി വരെ ആ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. 2 മലക്കുകൾ വരും ചോദിക്കും. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും പരീക്ഷ എഴുതുന്ന ആളുകളാണ് നമ്മൾ. മുൻഗാമികളൊക്കെ പരീക്ഷ എഴുതി ഒരിക്കൽ തോറ്റു എഴുതി. ചോദ്യം കാലയെ കൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ള പരീക്ഷയാണ്. സാധാരണ പരീക്ഷന്റെ മാതിരി പരീക്ഷ ഹാൾ ഖബറിലൊന്നും ആ പരീക്ഷ നടക്കുന്നത്. പരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട മലക്കുകളാണ് വേണ്ടത്. ആ മലക്കുകൾക്ക് പ്രത്യേകം ചോദ്യങ്ങൾ നിർണയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഹദീസിലും ഇമാം ബുഖാരി വരെ ഉണ്ട്. പക്ഷെ ആ ചോദ്യം മുൻകൂർ തന്നിട്ടുണ്ടെങ്കിലും ഉത്തരം പറയുന്ന സമയത്ത് പറയാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട ദീൻ ഉൾക്കൊണ്ട് ജീവിച്ചോ എങ്കിലേ ഉത്തരം പറയുന്നത്. അവരെ ചോദ്യം റബ്ബിനെ പറ്റി ചോദിക്കും. നമ്മുടെ ഖിബലയെ പറ്റി ചോദിക്കും. അങ്ങനെ പലതിനെ പറ്റി അവരെ ചോദിച്ചു. ബഹുമാനപ്പെട്ട നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ചോദിക്കും. മുന്നനബിയുടെ പ്രത്യേകതകളിൽപ്പെട്ടതായിട്ട് എണ്ണപ്പെടുന്നതാണ്. അതായത് 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാർ വന്നിട്ട് അവർക്കൊന്നുമില്ലാത്ത പ്രത്യേക വിശേഷണങ്ങൾ തങ്ങൾക്കുണ്ട്.
അല്ലാമ സുയൂത്തി തങ്ങൾ ഖസായിസുൽ കുബ്ര എന്നൊരു കിതാബ് 4 വാള്യത്തിൽ എഴുതി. അത് തങ്ങൾക്കുള്ള പ്രത്യേകതകളാണ് അതിൽ സൂചിപ്പിക്കുന്നത്, മറ്റു നബിമാർക്ക് ഇല്ലാത്ത. അതിൽപ്പെട്ട ഒന്നാണ് ഖബറിന്റെ ഉള്ളെന്നുള്ള ചോദ്യം. 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാരുണ്ടായിട്ട് ഒരൊറ്റ കുണ്ണ പറ്റി. ആദം നബിനെ പറ്റി എന്തായി പഠിച്ചത്? നൂഹ് നബിനെ പറ്റി എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നബിനെ പറ്റി ചോദിക്കണ്ടേ? ഇമാം ബുഖാരി തങ്ങൾ തന്നെ ഉദ്ധരിക്കുന്ന ആ ചോദ്യത്തിന്റെ രീതി, മാ ഇൽമുക ബിഹാദർ റജുൽ, മദീനയിലേക്ക് കൂട്ടിക്കൊണ്ട് എന്നും മഹാന്മാർ വ്യാഖ്യാനിക്കുന്നു. ആ ആളെ പറ്റി നീ എന്ത് പഠിച്ചു? മലക്കിന്റെ പേര് മാ ഇൽമുക ബിഹാദർ റജുൽ. നല്ല തത്വവും ഇൽമും കരസ്ഥമാക്കിയാളെ മറുപടി ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങൾ ആ ചോദ്യത്തിൽ പറഞ്ഞ ആള് ഞങ്ങളെ നേതാവായ മുഹമ്മദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഹിദായത്തും രേഖകളുമായി അദ്ദേഹം ഞങ്ങളെ സമീപിച്ചു. ഫത്തബഅനാഹു, നമ്മൾ അദ്ദേഹത്തിനെ പിൻപറ്റി. നിങ്ങൾ നേതാവാണ്. ഏതാനും ആ ചോദ്യമാണ് അവസാനം വരല് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അപ്പൊ അത് ആ ചോദ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുറെയൊക്കെ പരീക്ഷ കഴിയാനായി. ഇങ്ങനെ ഈ മറുപടിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവും പ്രാപ്തിയുള്ള ആളുകൾ, ഉദാത്തെടുത്ത ആളുകൾ, പഠിച്ച ആളുകൾ അവർക്കത് പറയാൻ കഴിയും. അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മലക്കിന് പറയാനുള്ളത് നല്ല അധ്വാനിച്ചു, നല്ല ശ്രമിച്ചുകൊണ്ടല്ല ചെയ്യും. നമ്മളെ ഇടയിൽ വെച്ച് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ധൈര്യപ്പെട്ട് പറയണമെങ്കിൽ നല്ല അധ്വാനം. നം സാലിഹ, നന്നായിട്ട് വിശ്രമിച്ച ഇമാം ബുഖാരിന്റെ റിപ്പോർട്ട് നം സാലിഹൻ. മറ്റ് ഹദീസിന്റെ റിപ്പോർട്ട് പ്രകാരം വരുന്നത് നം കനൗമത്തിൽ അറോസ്, വ്യാപള നോമ്പിൽ വിശ്രമിക്കണ മാതിരി വിശ്രമിച്ച. അതുകൊണ്ടാണ് മഹാന്മാരുള്ള ആണ്ട് നേർച്ചയ്ക്ക് റൂസ് പേരിട്ടത്. അത് മലക്കുകളുടെ പേരാണ് എന്ന് ശംസുൽ ഉലമാ തങ്ങളും ബഹുമാനപ്പെട്ട കണ്ണിയത്തുൽക്കാർ തങ്ങളൊക്കെ പ്രസംഗിക്കാറ്. ആ ഉറൂസ് എന്ന പേരിട്ട ആ പേര് വന്നത് മലക്കുകളുടെ പേരാണ്. ഒരു ഹൂർലിംഗിൽപ്പെട്ട സ്ത്രീനെ, അതല്ലെങ്കിൽ തത്തുല്യമായ സാധാരണ സ്ത്രീയെ വിവാഹം കഴിക്കാൻ മഹാനവറുകൾ യാത്ര പോയ ദിവസം എന്നാണ് ഇതിന്റെ അർത്ഥം. നം കനൗമത്തിൽ അറൂസ്, ഭൂമിയിൽ വിശ്രമിക്കുന്നവരിൽ വിശ്രമിക്കും. അപ്പൊ ഇതിലേക്ക് തന്നെ മടക്കുന്നത് ഒന്നിരിക്കൽ എനിക്ക് ഈ സമ്മാനമാണ്. അതല്ലെങ്കിൽ മറ്റൊരാവശ്യം ഈ അതൊന്നും വില വെച്ചിട്ടില്ല, നീ കൊണ്ട് ജീവിച്ചു കൊല്ലും എന്നാ എന്നെ കൊണ്ടുള്ള ശല്യമാണ്. അത്രയ്ക്ക് നീ വെച്ച് കണ്ടു അപ്പൊ എല്ലാ കണ്ടുകളോ പശുക്കളോ തിന്നുപോയിക്കോട്ടെ എന്നാണ് തന്നാണ് എന്റെ ഗതിയേട്, എന്റെ ഇടങ്ങേറില്ലാക്കാമോ. അപ്പൊ അന്നെ നമ്മൾ രണ്ടാമത് നീക്ക് മടക്കാണ് എന്നത് ഒന്നിരിക്കൽ മഹാന്മാർ പറഞ്ഞത്. ഒന്നിരിൽ തനിക്ക് സമ്മാനം നൽകാൻ സമ്മാനത്താണ് എന്നും കനവുമത്തിന് അറിവ്. വ്യാപള വിശ്രമിക്കണമാതിരി ആ സുഖമായി ഒന്ന് വിശ്രമിക്കാൻ എല്ലാ സൗകര്യം ചെയ്ത് ഒന്നിരിക്കലതിന്, അതല്ലെങ്കിൽ ഓനെ കൊണ്ട ശരീരം ഇല്ലാക്കാൻ. ഇനി ഒമിന്നാൻ ഉപരിക്കും താറത്തൻ ഉറ, മറ്റൊരു സമയത്തിൽ പിന്നെയും നമ്മൾ എന്നെ പുറത്താക്കണം. എന്റെ യഥാർത്ഥ പ്രവർത്തനമൊക്കെ വീക്ഷിച്ച് ഒന്നിരിക്കൽ സ്വർഗത്തിലേക്ക് തള്ളാൻ, അതല്ലെങ്കിൽ നരകത്തിലേക്ക് തള്ളാൻ. അപ്പൊ ഇബാദത്തും ദീനീ ഉലൂമും ഇല്ലെങ്കിൽ എന്തായി? അതാണ് ബഹുമാനപ്പെട്ട മഹാന്മാർ പ്രാർത്ഥിക്കുന്നത്. തമ്പുരാനെയുള്ള കുട്ടികൾ, നമ്മളെ ഭാര്യമാരെയാണെങ്കിൽ നീ ആനന്ദം നൽകണം തമ്പുരാനെ. അനക്ക് കീഴ്പ്പെട്ട് നടക്കാനുള്ളൊരു തൗഫീഖ് അവർക്ക് ഈ നൽകി, അത് കണ്ട് മരിക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് തരണം തമ്പുരാനെ എന്നതാണ് ഈ മഹാന്മാരുടെ പ്രാർത്ഥനയുടെ ചുരുക്കം എന്നാണ് ബഹുമാനപ്പെട്ട പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതിനൊക്കെ വേണമെങ്കിൽ ദീനീ ഉലൂമ് ആ ഗുണം പഠിപ്പിച്ച് ആ ഇൽമനുസരിച്ച് അവൻ ഇവിടെ പ്രവർത്തിച്ച് റെഡിയാകുന്നുണ്ടോ ഇല്ലേ നോക്കിക്കണ്ട് മഹാന്മാര് പറഞ്ഞു ഞങ്ങൾക്കൂടെ കാണണം. ഞാൻ നറാഹും അനക്ക് കീഴ്പ്പെടുന്നതായിട്ട് ഞങ്ങൾക്ക് കാണുന്നവരെ
ആ നിലക്കുള്ള ഒരാനന്ദം ഞങ്ങൾക്ക് തരണം തമ്പുരാനെ എന്ന് മഹാന്മാർ സദാ പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇതൊരു പ്രാർത്ഥന ആ വിഷയത്തിൽ ചെയ്യാൻ. അപ്പൊ അങ്ങനെ കുട്ടികൾ പരാജയപ്പെട്ടു പോയാൽ നമ്മൾ പരാജയപ്പെടും. നമ്മൾ കിട്ടുന്ന ആനുകൂല്യം കിട്ടൂല. നമ്മൾ ഖേദിക്കും. നമ്മൾ കുട്ടികൾ നാശമായി പോയാൽ നമ്മൾ ഒരുക്കണതിന് മുമ്പല്ലേ കുട്ടി മഹാതമ്മാടിയാണ്, ഞാൻ ഉണ്ടാക്കിയത് മുഴുവനും വലച്ച് പാത്തും കുടിച്ച് പാത്തി കളയും എന്ന് കണ്ടാൽ എന്താ മനസ്സിൽ ഇതിനെപ്പോ ഞാൻ ഗൾഫിലൊക്കെ പോയാണ്ട് തരാൻ നന്നാക്കിയത്. ഇത് ഗൾഫിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ സാധനം വീഡിയോ കൂലിക്കൊടുക്കാനും ഒക്കെ ഉണ്ടാക്കി ഇതിനാണ് ഗൾഫ് കൊടുക്കാൻ എന്താ ഞാൻ ചെയ്യണത് എന്ന് ആ സാധു ഖേദിച്ച് മരണപ്പെടാനുള്ള ഷോക്കറും വയസ്സും ഒക്കെപ്പാടായി ബേജാറായി തമ്പുരാനെ അങ്ങനെ അവസ്ഥ തരല്ലേ എന്ന് വളരെ മുമ്പ് മഹാന്മാർ പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയും. നമ്മളും നമ്മളെ സന്താനങ്ങളും പരിപൂർണമായി വിജയിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ദീൻ ഉൾക്കൊണ്ട് ജീവിക്കണം. തഖ്വയില്ലെങ്കിൽ പരാജയപ്പെടും. അതുണ്ടെങ്കിൽ ഇരുനിലക്കും ഒന്നും ബേജാറില്ല. അല്ലാഹുത്താലാനെ പേടിച്ചൂടെ ജീവിക്കുകയാണെങ്കിൽ സകല വസ്തുക്കളോനെ പേടിക്കേണ്ടി വരും എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയും. അതല്ലെങ്കിൽ സകല വസ്തുക്കളോ ഓനെ പേടിപ്പിച്ചു. ഇങ്ങനെയാണ് ഹദീസ് ശരീഅത്ത് ബഹുമാനപ്പെട്ട ദീൻ പഠിപ്പിക്കുകയും അത് ഉൾക്കൊണ്ട് ജീവിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മളെ കുട്ടികൾക്ക് നാം ചെയ്തു കൊടുക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്. ചെറിയ കുട്ടികൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് വളർത്തി ഒരു സാഹചര്യങ്ങളായി നടക്കുന്നത് കണ്ടു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനത്തെ ഈ സ്ഥാപനത്തിന് വേണ്ടി ചെലവഴിക്കൽ ബഹുമാനപ്പെട്ട ശരീഅത്തിൽ വളരെ ശക്തിയുള്ള ഒരു ഭാഗമാണ്. മഹാന്മാർ പറഞ്ഞു വഅലം നിങ്ങൾ മനസ്സിലാക്കണം അന്നത്തെ അലീം അതൊരടിത്തറയാണ്. അതുകൊണ്ട് മാത്രമാണ് ദീൻ നിലനിൽക്കുന്നത്. ഇങ്ങനെ മദ്രസ വിഷയങ്ങൾ ഇല്ലാത്ത നാട്ടുകാർ വഹാബി മുസ്ലിംക്കും മറ്റൊക്കെ അവിടെ പോയി തന്നെ പരിചയമാണ്. അതുപോലത്തെ പല നാടുകളിൽ ഐഷ പറയുന്നത് ബാബുലുദയും മറ്റൊക്കെ വരാറുണ്ട്. അവിടുത്തെ ചില ആളുകൾ ഞങ്ങളവിടെ അമ്മായി നമ്മുടെ കുട്ടികൾക്കൊരു പാർട്ടിയോടെ അറിയില്ല, ഒരു ചുറ്റും അറിയില്ല, എന്താ ചീത്ത നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു സമസ്ത ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് 10,000-ഓളം വരുന്ന മദ്രസ ഞങ്ങൾക്ക് പ്രശ്നമില്ല. നേരം വെക്കുമ്പോൾ കുമ്മി കഴിച്ചിട്ടാണ്ട് പുറത്തേക്ക് ഇറങ്ങാന്നല്ലാണ്ട് ഒന്നും അറിയില്ല. അങ്ങനെ ആ വിഷയത്തിൽ അവരിപ്പോ കടഞ്ഞി അടച്ച് നടന്നുകൊണ്ട് അങ്ങനെ ദാറുൽഹുദന്റെ ഒക്കെ കീഴിലായി ഇങ്ങനെ ചെറിയ മദ്രസകൾ സ്ഥാപിച്ചു പോവുകയാണ്. അതില്ലാതായി വന്നു നോക്കണം. അപ്പോൾ അതിന്റെ പ്രശ്നം അറിയണം. അപ്പൊ കാര്യക്ഷമമായി നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥാപനം ഇവിടെ 10-20 കൊല്ലത്തോളായി പ്രവർത്തിക്കാൻ തുടങ്ങി. കൂടുതൽ ശക്തിപ്പെടുത്തി അത് നിലനിർത്താൻ നിങ്ങളെല്ലാം ശ്രമിക്കണം. അത് അനുസരിച്ച് കുട്ടികൾ ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അവരെ മഹാന്മാർ എനിക്ക് കീഴ്പ്പെടുന്നത് ഞാൻ കാണണ പോലെ കാണണം. അന്നലക്ക് സന്തോഷിക്കാനുള്ള തൗഫീഖ് നൽകണം തമ്പുരാനെ എന്നാണ് അവരെ പ്രാർത്ഥന. അപ്പൊ അതിന് ബഹുമാനപ്പെട്ട ദീൻ പഠിപ്പിച്ചേ പറ്റും. ദീനില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും. നമ്മളും ബഹുമാനപ്പെട്ട ദീൻ മുറുകെ പിടിച്ച് നടക്കണം. ഈ സൂഉൽ ഖാത്തിമത്ത് വരലധികവും മരണസമയത്ത്. സൂഉൽ ഖാത്തിമത്ത് വരാൻ അവകാശപ്പെട്ട കാര്യങ്ങൾ മഹാന്മാർ എണ്ണുന്നത് 1-ാം നമ്പറായിട്ട് എണ്ണിയത് തഹാവുനു ബിസ്സലാത്ത്, നിസ്കാരം കൊണ്ടുള്ള അശ്റഫ്. ശരിക്കും നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിക്കില്ല. അള്ളാഹുവിന് മുമ്പ് നിസ്കരിക്കുക എന്നത് ചെയ്യില്ല. അങ്ങനെ പോയി ഏതാനും മരണത്തിനടുത്ത് പായിൽ വീണാൽ ആ സമയത്താണ് ഈ ഈമാൻ ഊരി തഹാവുനു ബിസ്സലാത്ത്, നിസ്കാരം കൊണ്ടുള്ള അശ്റഫ. അത് കാരണം ഇവന്റെയും നമ്മൾ വിളിച്ചു പറയുന്ന ആൾ മനുഷ്യനുണ്ട്. 10 മണിക്കുള്ള പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കും.
നമ്മൾ ഇന്ന മക്ബറയിലൂടെ മറയും എന്നൊക്കെ അങ്ങനെ തന്നെ ഇപ്പൊ നമുക്ക് മിസ് പറയാൻ കഴിയുള്ളൂ. പക്ഷെ മഹാന്മാർ പറഞ്ഞൊക്കെ ചുടലിയിലെത്തിയിട്ട് സമയത്തിലേക്ക് ഈമാൻ ഊരി ചത്തുപോയത് ചുടലിൽ നമുക്കിതൊക്കെ പറയാൻ കഴിയുള്ളൂ, അത് വളരെ പറയുമാണ്. പക്ഷെ നിസ്കാരത്തിനുള്ള അശ്രദ്ധ നമ്മളായിട്ടാകട്ടെ നമ്മളെ കുട്ടികളാവട്ടെ അങ്ങനെ പോയാൽ ഈമാൻ ഊരിക്കും. അത് പ്രകാരം സക്കാത്ത് ശരിക്ക് കൊടുക്കേണ്ട ആള് അതിന് ഉപായം കാട്ടിയിട്ട് ഒന്ന് കാട്ടിക്കൂട്ടിയാൽ ആണെങ്കിൽ സക്കാത്ത് നടമായി നിന്നാൽ ഈമാൻ ഊരിപ്പോകുമെന്ന് മഹാന്മാരിലേക്ക്. അത് പ്രകാരം ബിസിനസ്സുകാര് ആളെ ചതിക്കുക, അളക്കം തൂക്കം ചുരുക്കുക, മറ്റ് കള്ളത്തരങ്ങൾ ചെയ്യുക, അങ്ങനെ പോവുകയാണെങ്കിൽ അവന്റെ അന്ത്യസമയത്ത് ഈമാൻ ഊരിപ്പോകും എന്ന് മഹാന്മാരുടെ. അത് പ്രകാരം തന്നെ പലതും ബഹുമാനിക്കേണ്ടവരെ നിന്ദിക്കുക, അതും ഈമാൻ ഊരിപ്പോകുന്ന കാര്യങ്ങളിൽ എണ്ണിക്കും. സൂഉൽ ഖാത്തിമ വരാൻ ഏറ്റവും അധികം പേടിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ അവസാനിപ്പിക്കുന്ന ഉദ്ധരണി. അൽ ബിദ്അത്ത് ഫിദ്ദീൻ, ദീനി വിഷയത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ എതിരുള്ള വിശ്വാസം അംഗീകരിച്ചു പോവുക. ഇതാണ് ഈ പറയപ്പെട്ടതിന് ഏറ്റവും അധികം വിഷമം, ഏറ്റവും അധികം പേടിക്കപ്പെടേണ്ട സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ ഒഴിവാക്കിയിട്ട് പുത്തൻ വിഷയങ്ങൾ ഇവന്റെ മനസ്സിൽ ഉറപ്പിക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറയുകയുണ്ടെന്ന് തങ്ങൾ സൂത്രത്തിൽ വരവരച്ചു. ഹാദാ സബീലുല്ലാഹി, ഇതാണ് യഥാർത്ഥ വഴി. അത് രണ്ട് സൈഡുകളിലും കുറെ വരങ്ങത്തിൽ വരച്ചു, തങ്ങൾ വരച്ച് ഓട്ടം കാണിച്ചു കൊടുക്കുകയാണ്. ഹാദിഹി സുബുലൻ, ഇതൊക്കെ മറ്റു ചില മാർഗങ്ങളാണ്. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ, ആ ഓരോ മാർഗത്തിലും ശൈത്താൻ യദ്ഉ ഇലൈഹി, അതിലേക്ക് അവൻ ക്ഷണിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു ഹദീസിൽ പുണ്യനബി പറഞ്ഞ് എന്റെ സമൂഹം 73 സംഘമായി വരും. ബനി ഇസ്രായേൽ ഈസാ നബിന്റെ സംഘം 72 സംഘമായി, മൂസാ നബിന്റെ ജനത 71 സംഘമായി. മൂസാ നബിന്റെ പാർട്ടി 71 സംഘം, ഈസാ നബിന്റെ പാർട്ടി 72, എന്റെ പാർട്ടി 73 സംഘം. അതിൽ ഈ നേർവര വരച്ച ആ വഴിയാണ് യഥാർത്ഥ. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉന്നതീയമായത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നാം നടക്കണം. ഇതിനു വേണ്ടി കുട്ടികൾക്കുള്ള പഠനം ജോർജാക്കി വരണം. എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ സമസ്തയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. യഥാർത്ഥ ദീൻ ഏത് എന്ന് മനസ്സിലാക്കി തന്നെ അത് മനസ്സിലാക്കി തരാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അതിന്റെ പിന്നിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുന്നത് പോലെ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തി നമ്മളൊക്കെയുള്ള സംഘടനകളൊക്കെ ശക്തിപ്പെടുത്തി മുന്നേറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഉദ്ഘാടന പ്രസംഗം നിർത്തുകയാണ്. പല മഹാന്മാരും നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അവർക്കും ധൃതിയുള്ള ആളുകളായിരിക്കും. അധിക സമയം നീട്ടുകയാണെങ്കിൽ അത് ചില ആളുകൾക്ക് വിഷമം വരും എന്നാണ് അധ്യക്ഷൻ ഉണർത്തുന്നത്. അതുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. ഇനി മഹാന്മാരെ പ്രസംഗം കേട്ടി അത് അപ്രകാരം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നേറണം. അല്ലാഹു നമ്മളെയും ഭക്തികളെയും യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ്. അല്ലാഹു നമ്മളെ ഏർപ്പാടുകളിലും ബിസിനസ്സുകളിലും പ്രവർത്തനങ്ങളിലും അല്ലാഹു ശുരിച്ചു തരട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിന് സഹായിച്ച സകല ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല അവർക്കതിന് പ്രതിഫലം നൽകട്ടെ. അവരെല്ലാ ഏർപ്പാടുകളിലും അല്ലാഹു തആല ഖൈറും തിരിച്ചു കൊടുക്കട്ടെ.
രോഗങ്ങളെ തൊട്ട് നമ്മളെയും കുടുംബാദികളെയും നമ്മളെ സഹായിക്കുന്നവരെയും അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്തോടുകൂടി